മലയമ്മ കൂടി തുടരുന്നു. ദീപക്, ഇന്നും നിരാശയാണോ ഫലം എന്നാണ് പല പ്രേക്ഷകരും കമന്റിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് പ്രതീക്ഷയുണ്ട്. 3 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധനയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നത് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണല്ലേ? ഈ ദൗത്യം ഇന്നിപ്പോൾ കനത്ത മഴയായതുകൊണ്ട് അവരുടെ ബ്രീഫിംഗ് വൈകുന്നു, ജില്ലാ ഭരണകൂടത്തിൻ്റെയും അധികൃതരുടെയും ബ്രീഫിംഗ് വൈകുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇന്നിപ്പോൾ ഏതാണ്ട് 5 മണിയായിരിക്കുന്നു. തിരച്ചിൽ നിർത്താൻ പോകുന്നു എന്ന് വേണമോ കരുതാൻ, അതോ രാത്രി ഡ്രോൺ പരിശോധന നടത്തുന്നതിൽ കൃത്യമായ അപ്ഡേറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷയിൽ ദൗത്യസംഘം അവിടെ തുടരുക തന്നെയാണോ? നിലവിലെ സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അല്പസമയത്തിനുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം നിലവിൽ ആ മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഡ്രോൺ പരിശോധന നടത്തണമെങ്കിൽ ഏറ്റവും അനുകൂലമായ സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. കനത്ത കാറ്റും ഇത്തരത്തിലുള്ള മഴയും ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരത്തിൽ നേരത്തെ നടത്തിയതിന് സമാനമായ രീതിയിലുള്ള പരിശോധനകൾ നടത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറുകയും ചെയ്യും. ഒപ്പം തന്നെ കൂടുതൽ മഴ ഈ മേഖലയിൽ കനക്കുകയാണെങ്കിൽ നദിയിലേക്ക് പിന്നീട് ഡൈവിങ്ങിനുൾപ്പെടെയുള്ള സാധ്യതകൾ പൂർണ്ണമായും അടയുകയും ചെയ്യും. ഇപ്പോൾ തന്നെ നദിയിലെ ഒഴുക്ക് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നേവി സംഘം പറയുന്നത്. ഒപ്പം തന്നെ അടിയൊഴുക്ക് വലിയ രീതിയിൽ കൂടുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ ഇന്നത്തെ സാഹചര്യം എത്ര കണ്ട് ഗുണകരമാകുമെന്നുള്ള സംശയം ആ രീതിയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഇതുവരെ ഡ്രോൺ ഉപയോഗിച്ച് കിട്ടിയിട്ടുള്ള സിഗ്നലുകളെല്ലാം തന്നെ കൃത്യമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്നുണ്ട്. എം ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവലോകനങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഈ രണ്ടാമത്തെ സ്പോട്ടിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് മഴ പെയ്തത്. പക്ഷേ രണ്ടാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് അവരുടെ നിലവിലത്തെ ഒരു ദൗത്യ സംഘത്തിന്റെ തീരുമാനമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അല്ലേ? കാരണം രണ്ടാമത്തെ സ്പോട്ടിലാണോ ക്യാബിനുള്ളത് എന്നൊരു സംശയം തന്നെയാണ്, ഈ സൂചനകൾ തന്നെയാണ് ഇവർക്കുള്ളത് അല്ലേ? ആദ്യഘട്ടത്തിൽ വിനിത 10 തവണയാണ് ഡ്രോൺ ആ മേഖലയിലൂടെ പറത്തിയത്. അങ്ങനെ നൽകിയ സിഗ്നലുകൾ പ്രകാരമാണ് 3 സ്പോട്ടുകൾ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ വീണ്ടും ഡ്രോൺ പറത്തി രണ്ടാമത്തെ സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ ക്യാബിൻ എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തമായ പരിശോധനയാണ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി നിരവധിയായ അവലോകനങ്ങൾ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ആ മേഖലയിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ആ ഒരു ക്യാബിൻ പോർഷൻ എവിടെ എന്നുള്ളതിന് ചോദ്യത്തിനുള്ള ഉത്തരമാണ് ലഭിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ മാത്രമേ ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാനും കൂടുതൽ പരിശോധനകൾ സാധ്യമാക്കാനും കഴിയുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ പ്രാഥമികമായി നടത്തിയ ഒരു പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം ഇല്ല എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് അപ്ഡേറ്റായി പുറത്തേക്ക് വരുന്നത്. ആ കാര്യത്തിൽ ഒന്നുകൂടി വ്യക്തത വരുത്തുന്നതിന് വേണ്ടി തെർമൽ സ്കാനർ ഉൾപ്പെടെയുള്ള പരിശോധനകളിലേക്ക് പോകേണ്ടി വരും. അത്തരം പരിശോധനകൾ ഇന്ന് രാത്രിയിൽ നടത്താമെന്നുള്ള നിലപാടിലേക്ക് സംഘം എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ ഈ മേഖലയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനിയിപ്പോൾ അത്തരം പരിശോധനകൾ നടത്തിയാൽ പോലും അതിൻ്റെ കൂടുതൽ സിഗ്നൽസിൻ്റെ ഒക്കെ അവലോകനങ്ങൾ മാത്രമായിരിക്കും ഇന്ന് നടക്കുക എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അതിനപ്പുറത്തേക്ക് വളരെ ഗഹനമായ രീതിയിലുള്ള കൂടിയാലോചനകളൊക്കെ നടത്തി മറ്റൊരു തരത്തിൽ ഓപ്പറേഷൻ പ്ലാൻ ബി എന്ന അർത്ഥത്തിൽ ഓപ്പറേഷൻ നടത്തുമോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഇന്ന് രാവിലെ മുതൽ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നേവിയുടെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നുണ്ടായിരുന്നു. പല തവണ നേവി അത്തരത്തിൽ ഡൈവിംഗ് നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആ മേഖലയിൽ നടത്തുകയും ചെയ്തു. പക്ഷേ അതൊക്കെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി അത്തരത്തിൽ നേവി സംഘം ഇടപെട്ടുകൊണ്ടുള്ള ഒരു ഡൈവിംഗ് പ്രോസസ്സിലേക്ക് ഇന്ന് പോകാനുള്ള സാധ്യത തുലവും തുച്ഛവുമാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ബൂം എക്സ്കവേറ്റേഴ്സ് ഉപയോഗിച്ച് അവിടെ മണ്ണ് നീക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുകയും നാളെ രാവിലെ വീണ്ടും രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാനുള്ള തീരുമാനം എടുക്കാനുമുള്ള സാധ്യതകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അക്കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ ഒരു വ്യക്തത കൈവരുമെന്നുള്ളതാണ്. ഇന്നലെ കാർവാർ MLA സതീഷ് സെയിലൊക്കെ പറഞ്ഞിരുന്നത് 24 hours ആയിട്ട് രക്ഷാപ്രവർത്തനം നടത്തുമെന്നുള്ളതായിരുന്നു. പക്ഷേ രാത്രി ഏതാണ്ട് 7 മണിയാകുമ്പോൾ എന്ന സമയത്തേക്ക് തന്നെ തീരുമാനത്തിൽ മാറ്റം വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. പ്രതികൂലമായ കാലാവസ്ഥയിൽ ആ മേഖലയിൽ ഉറപ്പിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പൂർണ്ണമായും തുറസായ ഒരിടമായിട്ട് ഷിരൂരിലെ അപകട മേഖല മാറിയിട്ടുണ്ട്. ആ മേഖലയിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത വരെ വലിയ രീതിയിൽ കൽപ്പിക്കപ്പെടുന്നുമുണ്ട്. ആ സമയത്ത് ഇത്തരത്തിൽ പ്രകൃതിക്ഷോഭം ഉൾപ്പെടെ വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ അത് നേരിടാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വരും. അവിടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജീവനക്കാരുടെയൊക്കെ ജീവനുമായി ബന്ധപ്പെട്ട് അത് വലിയ തരത്തിലുള്ള
പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് രാവിലത്തേക്ക് രക്ഷാദൗത്യം വീണ്ടും മാറ്റുന്ന സാഹചര്യമുണ്ടായത്. സമാനമായ രീതിയിൽ ഒരു പക്ഷേ ഇന്ന് വീണ്ടും രക്ഷാദൗത്യം പുനരാരംഭിക്കുന്നത് നാളെയിലേക്ക് മാറ്റാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് കിട്ടിയ സിഗ്നലുകൾ ഡൽഹിയിലേക്ക് ഉൾപ്പെടെ അയച്ച് വിദഗ്ധരുടെ അടക്കം അഭിപ്രായങ്ങൾ തേടി കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുകയും നാളെ പൂർണ്ണ തോതിൽ ഒരു പരിശോധന നടത്തി ആ ഒരൊറ്റ പോയിന്റിലേക്ക് രാവിലെ മുതൽ തന്നെ കേന്ദ്രീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്താനുമുള്ള സാധ്യതകളാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഷിരൂർ മേഖലയിൽ ഇപ്പോഴും പ്രതികൂലമായ കാലാവസ്ഥ തുടരുന്നുണ്ട്. അത് ഈ ദൗത്യത്തിന് വലിയ തരത്തിൽ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. വിനീത. ശരി, ദീപക് മലമയും AK അഭിലാഷുമാണ് വിവരങ്ങൾ നൽകി.